ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഫ്രാൻസിസ് ജോർജ് MP മുനമ്പത്ത് വന്ന് പ്രസംഗിച്ചെന്താ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ ഭേദഗതി പാർലമെന്റിൽ വരുമ്പോൾ അതിനെ അനുകൂലിച്ചു കൂട്ടിയും എന്നാ. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. പിന്നീട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റാത്ത അവസ്ഥ, അദ്ദേഹം മറുകണ്ഠം ചാടുന്ന അവസ്ഥ. കൈവീടെന്ന് പറയാലോ അവിടെ എന്ത് സംഭവിക്കുന്നത്, അദ്ദേഹം ഈ വിവാദപ്പെട്ട ആളല്ലേ. അത് എല്ലാ MP മാർക്കും അറിയാം. ഇത് യാതൊരു ന്യായവുമില്ലാത്ത ഒരു അവകാശവാദമാണ് ഈ കാര്യത്തിൽ വഖഫ് ബോർഡ് മുന്നോട്ട് വച്ചിട്ടുള്ളതെന്നുള്ളതാണ്. ഈ പ്രശ്നം എത്ര മാസമായിട്ട് ഇവിടെ ചർച്ചകളിലാണ്. ഈ വഖഫ് ബോർഡിനെ കൊണ്ട് അവരുടെ നിലപാടിൽ നിന്ന് മാറ്റിക്കാൻ, പിന്നോട്ട് വലിപ്പിക്കാൻ UDF-കാരായ വഖഫ് ബോർഡ് മെമ്പർമാർക്ക് സാധിച്ചു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? LDF-കാർക്ക് സാധിച്ചു. ഈ ചെയർമാൻ എന്ന് പറഞ്ഞ ആളാരാണ്? LDF-കാരനാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് PSC ചെയർമാനായിരുന്നാണ്. ഇപ്പൊ അദ്ദേഹം വഖഫ് ബോർഡ് ചെയർമാനായിരിക്കും. രണ്ടിലും അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് നിയോഗിച്ചത് CPM ആണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അപ്പൊ ഇപ്പോ ഇവർക്ക് വേണ്ടി മുതലക്കണ്ണീർ നോക്കുന്ന CPM-കാർക്ക് വേണ്ടി പറയാറുണ്ടല്ലോ, സഖാവേ നമ്മുടെ പാർട്ടിയുടെ നിലപാട് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുടിയൊഴിപ്പിക്കരുത് എന്നാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അതുകൊണ്ട് വഖഫ് ബോർഡ് മുന്നോട്ട് വച്ച ഈ അവകാശവാദം പിൻവലിക്കണം എന്ന നിലപാടെടുക്കാറുണ്ടല്ലോ, അത് എടുക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ആളുകളെ പറ്റിക്കാനുള്ള പലവിധ അഭ്യാസങ്ങളിൽ ചിലത് മാത്രമാണ്. BJP-ക്കാരൊക്കെ പറഞ്ഞു നടക്കുന്നത് വഖഫ് ബോർഡിന് ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് ഭൂമിയും ചൂണ്ടിക്കാണിച്ച് അവിടെ അവകാശം ഉറപ്പിക്കാൻ കഴിയുമെന്നൊക്കെയാണ് ഇവർ പറഞ്ഞു നടക്കുന്നത്. പക്ഷേ എന്നിട്ട് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വഖഫ് ബൈ യൂസറോ ആധാരം വഴി വഖഫ് ചെയ്തതോ ആയ ഭൂമികളിലല്ലാതെ മറ്റൊരു തുണ്ട് ഭൂമിയിൽ പോലും ഇന്ത്യ രാജ്യത്ത് എവിടെയും വഖഫ് ബോർഡിന് നിയമ വ്യവഹാരങ്ങളില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നേ പറയൂ. മുനമ്പം ഭൂമി തന്നെ എടുക്കുക. മുനമ്പത്തെ ഭൂമി ഒന്നാമത് അത് രാജാവിന്റെ ഭൂമിയാണ്. അത് ലീസിനെടുത്ത ഒരാൾക്ക് വഖഫ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ആദ്യത്തെ തർക്കം. ഇനി ഇവിടെ അത് വഖഫ് അല്ല, അത് ഗിഫ്റ്റ് ആണ് എന്ന് അത് കിട്ടിയ കോളേജ് ട്രസ്റ്റ് പറയുന്നു. അവരത് വിറ്റതാണെന്ന് പറയുന്നു. മുനമ്പത്തെ ആളുകൾ എങ്ങനെയാണ് ഈ നിയമക്കുരുക്കിൽപ്പെട്ടത്? നൗഷാദ് ഒന്ന് പറയൂ. അത് ഉത്തരം പറ. തർക്കത്തിൽ കേരളത്തിലെ മുഴുവൻ, നിങ്ങൾ ഈ എതിർപക്ഷത്ത് നിൽക്കുന്നത് മുസ്ലിം വിഭാഗമാണ് എന്നൊരു വിവക്ഷയുണ്ടല്ലോ, അത് വെച്ചാണ് ഞാൻ പറയുന്നത്. ബാക്കി പറ. മുഴുവൻ മുസ്ലിം സംഘടനകളും മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യർക്കൊപ്പമാണ് നിലയുറപ്പിച്ചത്. ഇതുപോലെ നിങ്ങൾക്ക് ഇന്ത്യ സംസ്ഥാനത്തും കാണാൻ സാധിക്കില്ല. എല്ലാവരും അവരുടെ കൂടെയാണ്. സമരപന്തലിൽ ആളുകൾ എത്തുന്നു, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. പക്ഷേ എന്തുണ്ടായി? കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ അത് പരിഹരിക്കാൻ വേണ്ട സത്വര നടപടികൾ സ്വീകരിക്കുകയും സമുദായങ്ങളെ വിളിച്ചു ചേർത്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കുകയും വേണം. ഇവിടെ മുമ്പൊക്കെ നടന്നില്ലേ? ഒരു യോഗവും നടന്നിട്ടില്ല. സർക്കാർ അത് പരിഹരിക്കാൻ വേണ്ട അടിയന്തര നടപടികൾ ഒന്നും സ്വീകരിച്ചിട്ടില്ല. നേരത്തെ ഇവിടെ ജയശങ്കർ പറഞ്ഞതുപോലെ ഈ സർക്കാരിന് അവധാനതയോടെ ഈ വിഷയം മുന്നോട്ട് പോയാൽ മതി. പരമാവധി സമുദായങ്ങൾ തമ്മിൽ അകലുന്നത് അകലട്ടെ. അതുവഴി കിട്ടുന്ന പ്രയോജനങ്ങളൊക്കെ BJP-ക്കാണെങ്കിൽ അവർക്ക് കിട്ടട്ടെ. എന്നാലും പരോക്ഷമായിട്ട് ഞങ്ങൾ ഗുണഭോക്താക്കളാണ് എന്നൊരു ചിന്തയാണ് സംസ്ഥാന സർക്കാരിനെ നയിച്ചത്. കേന്ദ്ര സർക്കാർ സമുദായ വിഭജനം ഉണ്ടാക്കാൻ പഴുതു നോക്കുന്ന ഒരു കാലത്ത് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ മെല്ലെപ്പോക്ക് കാണിച്ചത്. സംസ്ഥാന സർക്കാരാണ് അതിലെ കുറ്റവാളി. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. കയ്യേറ്റക്കാരായി എങ്ങനെ യഥാർത്ഥ ഉടമസ്ഥർ മാറുന്നു എന്നതിന്റെ നല്ല ഉദാഹരണമാണല്ലോ മുനമ്പം. ഇതിനൊക്കെ പറയുന്ന ന്യായീകരണം അത് വിശ്വാസയോഗ്യമാണോ? നിയമ ഭേദഗതി യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ആദ്യമേ സൂചിപ്പിക്കട്ടെ, ഈ വഖഫ് ബില്ല് ഒരു സംശയവും കൂടാതെ പാർലമെന്റ് പാസ്സാക്കും. ആ ആത്മവിശ്വാസം മോഡി ഗവൺമെന്റിനുണ്ട്. ഒരു കാര്യം മാത്രം മതി വിനു,
ഇന്ന് കിരൺ റിജു ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പാർലമെന്റിൽ ആ കാര്യം വ്യക്തമാക്കി. ഡൽഹിയിലെ 123 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്, അതുമേലെ വഖഫ് ബോർഡിന്റെ ക്ലെയിം ഉണ്ട്. അത് ഏതൊക്കെയാ? നമ്മുടെ പാർലമെന്റ് മന്ദിരം, സുപ്രീം കോടതി ഇരിക്കുന്ന പ്ലോട്ട്, ഡൽഹിയിലെ എയർപോർട്ട്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, അതുൾപ്പെടെ. ഇതെങ്ങനെ കോടതിയിലെത്തുന്നേ? 2013 ഇപ്പോൾ നൗഷാദ് അലി സൂചിപ്പിച്ചല്ലോ, മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന ഭേദഗതിയുടെ ആനുകൂല്യം പറ്റിക്കൊണ്ടാണ് പല നീക്കങ്ങളും നടത്തിയിട്ടുള്ളത്. 2014 മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഇവര് വഴി കാണുന്നത് മുഴുവൻ ക്ലെയിം ചെയ്യാനുള്ള അവകാശം കൊടുത്തത്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. 14 മോഡിയുടെ ഗവൺമെന്റ് വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സുപ്രീം കോടതിയുടെ വളപ്പിലും പാർലമെന്റിന്റെ മുമ്പിലും ഒക്കെ വഖഫ് ബോർഡിന്റെ കോടി നമുക്ക് കാട്ടേണ്ടി വന്നേനെ. ആ സ്ഥിതിയിലേക്ക് രാജ്യത്തെ കൊണ്ട് എത്തിച്ചു വിവരം. ഗുജറാത്തിലെ ദ്വാരക ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥാനമാണ്. ശ്രീകൃഷ്ണന്റെ കുടുംബം ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെ ക്ഷേത്രമുണ്ട്, മഹാക്ഷേത്രമുണ്ട് ഐലൻഡിൽ. ആ ഐലൻഡിന് ഇവർ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. ഇതൊക്കെ ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയെങ്കിലും പറ്റുമോ? ഇതിന്റെ തുടർച്ചയാണ് നമ്മൾ മുനമ്പത്ത് കാണുന്നത്. 10 കോടിയുടെ സ്വത്തുണ്ട്, ആയിരക്കണക്കിന് ഏക്കർസ് ഭൂമിയുണ്ട്. അതിൽ നിന്ന് എന്താ വരുമാനമുള്ള ഇന്ന്? അത് പലരും കൈയടക്കിയിട്ടില്ലേ? പല മുസ്ലിം നേതാക്കന്മാരുടെയും സ്വത്ത് വിഹിതം അന്വേഷിച്ച് പോയാൽ അതിലൊക്കെ വഖഫിന്റെ ലിങ്ക് കാണാൻ പറ്റും. ഞാൻ കാല് പിടിക്കാം, ഇനി ഒന്നും വിളിച്ചു പറയല്ലേ. ഹൈദരാബാദിലെ OIC ഉൾപ്പെടെയുള്ളവർ, UP-യിലെ പല കോൺഗ്രസ്സുകാരുടെ ഉൾപ്പെടെ, അത് മുഴുവൻ പുറത്തു കൊണ്ടുവരണം. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. അത് മുഴുവൻ വീണ്ടെടുക്കണം. അതിനുള്ള പരിശ്രമം കൂടി വഖഫ് ബോർഡ് നടത്തേണ്ടതുണ്ട്. അതിനുള്ള ശക്തി ഈ പുതിയ നിയമ ഭേദഗതിയോടുകൂടി വഖഫ് ബോർഡിന് കിട്ടും. സത്യം, ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. സെക്ഷൻ 40 എന്ന് പറയുന്നത് അത് വളരെ അഹിതകരമായിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു. ആ സെക്ഷൻ 40 ആസ് സച്ച് ഒമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കി പറ. ഏതൊരു പ്രോപ്പർട്ടിയും വഖഫാണ് എന്ന് അവകാശവാദം ഉന്നയിച്ചിട്ട് അങ്ങനെ തീരുമാനിക്കുവാനുള്ള ബോർഡിന്റെ അധികാരം, ആ അധികാരം തന്നെയാണ് എടുത്ത് കളയപ്പെടുന്നത്. എല്ലാം വിധിയുടെ വിളയാട്ട്. അമിത്ഷാ വ്യക്തമാക്കിയത് ഒരു ഭൂമി വഖഫ് ചെയ്യുകയാണെങ്കിൽ അത് അയാളുടെ ഭൂമി ആയിരിക്കണം, അത് വഖഫ് ചെയ്യുന്ന ആളുടെ ഭൂമി ആയിരിക്കണം, അത് ഉറപ്പാക്കണം. 1930-കളിൽ ജൂതന്മാർക്കെതിരെ ഹിറ്റ്ലർ ഉണ്ടാക്കിയ വിവിധങ്ങളായ നിയമങ്ങളുടെ തനിപ്പകർപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഫറൂഖ് കോളേജാണ് ഇത് വിൽപ്പന നടത്തിയിട്ടുള്ളത്. ഈ ഭൂമി തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. ഇതാണ് അവസ്ഥ. അവിടെയാണ് ഈ നിയമ ഭേദഗതിയുടെ പ്രസക്തി. ശ്രീ നൗഷാദ് അലി, നമുക്കത് ഇത് ഒരു വിശാലമായ ഒരു വിഷയമാണിത്. നൂറ്റാണ്ടുകൾ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ സമാധാനപരമായിട്ട് ഇത് തീരില്ല. സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ? 6 മാസത്തിനകം രാജ്യത്തെ വഖഫ് വസ്തുവകളുടെ മുഴുവൻ കണക്കെടുക്കേണ്ടി വരും. അതിനൊരു ഡേറ്റാബേസ് ഉണ്ടാവും. അതും ആവശ്യമല്ലേ? KVS ഹരിദാസ് അദ്ദേഹത്തിന്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഒരുപാട് വിവരങ്ങൾ പറഞ്ഞല്ലോ. സെൻട്രൽ സെക്രട്ടേറിയറ്റ് ആയിട്ട്, പാർലമെന്റുമായിട്ട്, രാഷ്ട്രപതി ഭവനായിട്ടൊക്കെ വഖഫ് ബോർഡ് കേസിലാണ് എന്ന്. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. ഒരു കേസ് സംഘപരിവാറുകാരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വിവരങ്ങളൊക്കെ വിളമ്പുന്ന അദ്ദേഹത്തെ ലജ്ജ തോന്നുകയാണ്. 2014 തെരഞ്ഞെടുപ്പിന് മുമ്പ് പല ഭൂമിയിലും അങ്ങനെ അവകാശവാദം ഉന്നയിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി എന്ന മട്ടിൽ അദ്ദേഹം പറഞ്ഞതാണ്. തിരുവിതാംകൂർ മഹാരാജാവ് സത്താർ സേട്ടുവിന് പാട്ടത്തിന് കൊടുത്ത വസ്തു, സത്താർ സേട്ടു മരിച്ച് കൊല്ലങ്ങൾക്ക് ശേഷം അദ്ദേഹവുമായിട്ട് ഒരു ബന്ധവും പുലബന്ധവും ഇല്ലാത്ത സിദ്ദിഖ് സേട്ടു എന്ന് പറഞ്ഞൊരാൾ എല്ലാരും വിളിച്ചു വഖഫ്, നമ്മുടെ ഫറൂഖ് കോളേജിന് വഖഫ് ചെയ്ത് കൊടുക്കും. അതായത് വഴി കിടക്കുന്ന നാളേരെടുത്ത് ഗണപതിക്ക് കൊടുക്കാന്ന് പറയും. ആ പരിപാടിയാണ്. ആ സ്റ്റുഡിയോ ആർക്കാട്ട് നവാബിന്റെ കാലത്ത് വഖഫ് ചെയ്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കൂ? ഒഴിഞ്ഞു കൊടുക്കില്ല. ആരും ഒഴിഞ്ഞു കൊടുക്കില്ല. ഇതൊക്കെ 21-ാം നൂറ്റാണ്ടിൽ 2025-ാം ആണ്ടിൽ നടക്കില്ല. നൗഷാദ് അലിക്ക് എന്തുകൂടി പറയാം.
മിണ്ടണ്ട തെറി വിളിച്ച് തൊണ്ടാടുമ്പോ അവര് വിക്സ് വാങ്ങാൻ പോയിക്കോളും അപ്പൊ നമുക്ക് മുങ്ങാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.